എൻ്റെ നാട്ടിലെ പൂരമാണ് കേട്ടോ ഇന്ന്. ഞങ്ങളിന്ന് പൂരത്തിന് പോവാം. വൈകുന്നേരം പൂരത്തിന് പോകണത് കാരണം ഞങ്ങൾക്ക് രണ്ടാൾക്കൊന്നും സ്കൂളിൽ പോകണ്ടായിരുന്നു. അപ്പം ഇന്ന് അവിടെ പോയിട്ടുള്ള എന്തൊക്കെയാണ് വിശേഷങ്ങൾ കാണാം. ഇന്ന് കാവടിയായിട്ട് ആദ്യമോ വന്നിട്ടുണ്ട്. അപ്പം ചായ കൊടുത്തു. ഫസ്റ്റ് ചായക്ക് കൊള്ളി വറുത്തതും അച്ചപ്പവും സാധനങ്ങളൊക്കെയാണ്. അതുമോ അതുമോന് വേണ്ടെന്നാ പറയണത്. ഗൈസ് അമ്മ അടുക്കളയിലുണ്ട്. എന്തോ തുടയ്ക്കാൻ പറ്റുവാണ്. അച്ചാച്ചൻ വന്നു. അല്ല, അച്ഛൻ വന്നു. ഗൈസ് അച്ഛൻ വന്നു. തല കൊട്ടപ്പല ഉണ്ടോ? അവിടെ ഡാൻസ് പെർഫോമൻസ് പൊടി പിടിക്കുമ്പോൾ ഞാനിവിടെ പായസം ഉണ്ടാക്കുകയാണ് കേട്ടോ. ആദൂനും രാഹുലിനും പാലട പായസം ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതിപ്പോൾ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ അവനെ അത് ഉണ്ടാക്കുന്നതിൻ്റെ ഇടയിൽ ഓരോരോ വർത്തമാനങ്ങളൊക്കെ പറയുന്നുണ്ട്. കുക്കറിലാണ് പായസം, മിൽമയുടെ ഇൻസ്റ്റൻറ്റ് പായസം മിക്സാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാമല്ലോ. തുടരെ ഇളക്കിക്കൊണ്ടിരുന്നാൽ മതി. പെട്ടെന്ന് ഒരു 20 മിനിറ്റ് തന്നെയാവും. അന്ന് അതേ പൈനാപ്പിൾ അരിയാണ്. വെജിറ്റബിൾ ബിരിയാണിയാണ് കേട്ടോ അന്ന്. ഞങ്ങൾക്കൊരു മരിച്ച പെലയുണ്ട്, അതുകൊണ്ട് നോൺ വെജ് ഒന്നും കുക്ക് ചെയ്തില്ല. നമ്മൾ വെജിറ്റബിൾ ബിരിയാണിയാണ് ഇന്ന് ഉണ്ടാക്കിയത്. രാഹുൽ എല്ലാവർക്കും വിളമ്പാണ് പ്ലേറ്റിൽ. ഇത് കഴിച്ച് കഴിഞ്ഞിട്ട് വേണം നമുക്കിനി കാവടി കാണാനൊക്കെ പോകാനായിട്ട്. അപ്പോൾ ഒരു 8:30 ആയപ്പോഴത്തേക്കും നമ്മൾ ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. അവനെല്ലാവർക്കും വിളമ്പി അച്ഛന് കൊടുത്തു. അച്ഛനിങ്ങനെ ചുമ്മാ അതിന് കറക്കി ഇങ്ങനെ വെക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് പറയുന്നത് ഇതെന്താ അമ്പലത്തിൽ പൂജ ചെയ്യണോ അച്ചാച്ചെന്ന്. പൈനാപ്പിളുണ്ട്, അച്ചാറുണ്ട്, മാങ്ങാച്ചാറാണ്, പപ്പടം, തൈര്, ഇത്രയൊക്കെയാണ് ഇന്നത്തെ വിഭവങ്ങൾ. അവന് ആദവ് നിലത്താണ് ഇരിക്കുന്നത്. അവന് ചില്ലിൻ്റെ പാത്രം വേണ്ട, പ്ലേറ്റ് ചില്ലിൻ്റെ വേണ്ട എന്നാണ് കേട്ടോ അവൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിലത്തിരുന്ന് കഴിക്കാനാണ് ഇഷ്ടം. ഞാനും അവൻ്റെ കൂടെ നിലത്ത് തന്നെ ഇരുന്നു. അപ്പോൾ എല്ലാവരും പല പല സ്ഥലത്തായിട്ടാണ് ഇരിക്കണത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാം. പിന്നെ ആദവിന് നിലത്തിരുന്ന് കഴിഞ്ഞാൽ ചില്ല് പാത്രം പൊട്ടണേൻ്റെ ഒരു ടെൻഷനില്ല. പണ്ടത്തെ ഓരോ തമാശകളും കാര്യങ്ങളൊക്കെ പറഞ്ഞ് വളരെ എൻജോയ് ചെയ്താണ് ഞങ്ങൾ ഭക്ഷണം കഴിക്കണേ. അത് കഴിഞ്ഞിട്ട് നമ്മളിതേ കാവടി കാണാനായിട്ട് റൂട്ടിലേക്ക് ഇറങ്ങി. അപ്പോൾ ഇപ്പൊക്കെ ലേറ്റായിട്ടാണല്ലോ കാവടി തുടങ്ങുന്നത്. അപ്പോൾ ഏത് സൈഡിലേക്ക് പോകണം, ലെഫ്റ്റിലേക്ക് പോകണോ റൈറ്റിലേക്ക് പോകണോ എന്നുള്ള കൺഫ്യൂഷനാണ്. പിന്നെ ഇതേ ഞങ്ങൾ ലെഫ്റ്റിൽ ഒരു കാവടി നടക്കുന്നുണ്ട്, അവിടേക്ക് തന്നെ നടന്നു. അപ്പോൾ കുറച്ച് നടന്നപ്പോൾ തന്നെ കാവടിയൊക്കെ അതേ സൈഡിൽ ചാരി വെച്ചിട്ടുണ്ട്. ഫുള്ളായിട്ട് തുടങ്ങിയിട്ടില്ല, കുറച്ചായിട്ട് തുടങ്ങി. ബാൻഡിൻ്റെ സൗണ്ട് കേൾക്കുന്നുണ്ട്. നമ്മളവിടെ എത്തിയിട്ടോ.
പൂരപ്പറമ്പുകളിലെ സ്ഥിരം കാഴ്ചകളിലൊന്നാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ കണ്ടത്. എത്ര എൻജോയ് ചെയ്തിട്ട് ആ ചേട്ടൻ കാണുന്നതിന് മുമ്പ്. പിന്നെ ഞങ്ങൾ പോയത് കളിപ്പാട്ടങ്ങൾ സെക്ഷനിലേക്കാണ്. അപ്പോൾ അച്ഛനൊരാഗ്രഹം, അച്ഛനൊരു തീറ്റി വാങ്ങാം. അച്ഛന് ഊതി കളിക്കാനൊന്നല്ല കേട്ടോ, വീട്ടിൽ അച്ഛൻ്റെ കൃഷി സ്ഥലത്ത് ആടുകൾ വരുമ്പോൾ അതിന് ഓടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അത് ചെയ്യാൻ പാടില്ല, ഇത് ചെയ്യാൻ പാടില്ല. ആ ഊത്. ആ പിടിക്കണ്ട്. പൂരപ്പറമ്പിൽ വെച്ചിട്ട് ആദവൻ്റെ ഫ്രണ്ടിനെ കണ്ടു. പിന്നെ ഞങ്ങൾ വീട്ടിൽ വന്നു. പിന്നെ അധികം നേരം നിന്നില്ല. ഒരു 11:30 ആയപ്പോൾ എനിക്ക് നാളെ സ്കൂളിൽ പോകണം. അപ്പോൾ ആദോ അവൻ്റെ സാധനങ്ങൾ കിട്ടിയ കളിപ്പാട്ടങ്ങളൊക്കെ എടുത്ത് പുറത്തെടുത്ത് കാണിക്കുകയാണ് ഓരോന്നായിട്ട്. ഇനി ഇവന് ഇത് 2 ദിവസം ഇത് തന്നെയായിരിക്കും, ഇത് വെച്ച് കളിയായിരിക്കും. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ നാട്ടിലെ പൂരത്തിൻ്റെ വിശേഷങ്ങൾ. നിങ്ങളുടെ നാട്ടിലെ പൂരമൊക്കെ എന്താണ്? കമൻറ്റ് ചെയ്യണേ.